തെരഞ്ഞെടുപ്പ് പ്രചാരണം ഹൈ വോൾട്ടേജിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ. കരുവന്നൂർ ക്രമക്കേട് ആയുധമാക്കിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കള്ളമെന്നും നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ കേന്ദ്രം ഏതറ്റം വരെയും പോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. LDFും UDFും കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഇനി കേരളം മാറി ചിന്തിക്കുമെന്നും കേരളത്തിൽ നിന്ന് BJPയുടെ ഉറച്ച ശബ്ദം പാർലമെന്റിൽ എത്തുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. जनता के पैसों की खुलेआम लूट हो रही है। ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं। उस बैंक को CPM के लोगों ने पूरी तरह लूटकर कंगाल कर दिया। यहां CPM के मुख्यमंत्री 3 साल से लगातार झूठ बोल रहे हैं कि इस कोऑपरेटिव स्कैम के पीड़ितों को उनका पैसा वापस मिलेगा. S. വിജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെറുവത്തൂരിൽ നിന്ന്. വിജയകുമാർ, ഇനി വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെ മോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു പരിപാടി. അതിൽ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനോടൊപ്പം കരുവന്നൂർ വിഷയമടക്കം ഉയർത്തി CPMനെ കടന്നാക്രമിക്കുന്നു മോദി. കോൺഗ്രസിനും വിമർശനമുണ്ട്. മോദിയുടെ വാക്കുകളുടെ ഉള്ളടക്കം എങ്ങനെ, എത്രത്തോളം ആവേശം മോദിയുടെ ഈ വരവ് NDA ക്യാമ്പിന് നൽകുന്നുണ്ട് വിജയകുമാർ? റിജിത്ത്, ആലത്തൂരിലെ പ്രചാരണ വേദിയിൽ 5 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് തേടിയത്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെറുവത്തൂരിലെ വേദിയിൽ നടത്തിയത് എന്നതിൽ തർക്കമില്ല. അതിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം കരുവന്നൂർ തന്നെയാണ്. അത് തുടങ്ങിയത് പ്രധാനമന്ത്രി ഡോക്ടർ സരസു ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി അദ്ദേഹവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഈ വിഷയം ഉന്നയിച്ച സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ്. അദ്ദേഹം പറഞ്ഞത് 90 കോടി രൂപ ED ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പിടികൂടിയിട്ടുണ്ട്. ആ പിടിച്ചെടുത്ത പണം ഇവിടുത്തെ നിക്ഷേപകർക്ക്, പാവപ്പെട്ടവരായ നിക്ഷേപകർക്ക് മടക്കി നൽകാനുള്ള നിയമ പോരാട്ടം നടത്തുകയാണ്. ഏതറ്റം വരെയും അക്കാര്യത്തിൽ പോകും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കുറച്ചുകൂടി വൈകാരികമായി ഈ വിഷയത്തെ പ്രധാനമന്ത്രി സമീപിക്കുകയും ചെയ്തു. കാരണം ഈ മകളുടെ കല്യാണത്തിനൊക്കെ ആളുകൾ കരുതി വെച്ച പണമാണ് ഇവിടുത്തെ ബാങ്ക് കൊള്ളയടിച്ചത്, CPMകാർ കൊള്ളയടിച്ചത്. അവരുടെ കയ്യിൽ നിന്ന് ആ പണം തിരികെ പിടിച്ചിട്ടുണ്ട്. തൻ്റെ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ തൻ്റെ സംഘത്തിലുള്ള ആളുകളാണ് ആ പണം തിരിച്ചു പിടിച്ചത്. 90 കോടി രൂപയുണ്ട്, അത് തിരികെ കൊടുക്കും. അതിനുവേണ്ടി ഏതറ്റം വരെയും കേന്ദ്ര സർക്കാർ പോകും, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കേരളത്തിലെ 2 മുന്നണികളെയും LDFനെയും UDFനെയും പ്രധാനമന്ത്രി വിമർശിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്ന വിമർശനം കൂടുതൽ ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ തന്നെയായിരുന്നു, ഇടതുമുന്നണിക്കെതിരെ തന്നെയായിരുന്നു. ത്രിപുരയും ബംഗാളും ഇടതുമുന്നണി നശിപ്പിച്ചു. ഇനി അവരുടെ അടുത്ത ലക്ഷ്യം കേരളമാണ്. അതിന് അവസരം കൊടുക്കരുത്. ഈ 2 സംസ്ഥാനങ്ങളും, ത്രിപുരയും ബംഗാളും ആ ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞതുപോലെ കേരളവും പെരുമാറണം ഈ തെരഞ്ഞെടുപ്പിൽ. ഈ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 26 എന്നത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു പുതുയുഗമായിരിക്കണം, പുതു ദിവസമായിരിക്കണം. തന്നെ സഹായിക്കാൻ ഡൽഹിയിലേക്ക് ആളുകളെ അയക്കണം എന്ന് പ്രധാനമന്ത്രി ആ സദസ്സിലുണ്ടായിരുന്ന, ആ വേദിയിലുണ്ടായിരുന്ന BJP പ്രവർത്തകരോട്, NDA പ്രവർത്തകരോട് പറയുകയും ചെയ്തു. ഈ സഹകരണ കൊള്ള എന്നാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. ഈ സഹകരണ കൊള്ളയിൽ ഉത്തർപ്രദേശിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തോറ്റ ഒരു കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് ഇവിടെ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ഉത്തർപ്രദേശിൽ ജയിക്കില്ല, ഇവിടെ മത്സരിക്കുന്നുണ്ട്. നിങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് ചോദിക്കണം. ഈ പണം തിരികെ കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കണം എന്ന് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിക്കുകയും ചെയ്തു. കോൺഗ്രസിനെയും ഇടതുമുന്നണിയെയും നേരിട്ട് രാഷ്ട്രീയമായി ആക്രമിക്കുകയും അതിൽ കേരള സർക്കാരിനെയും അഴിമതി നടത്തുന്ന സർക്കാരെന്ന് വിമർശിക്കുകയും ചെയ്തു. UDF കേരളത്തിൽ തീവ്രവാദ സംഘടനകളുമായി ചേരുന്നുണ്ട് എന്ന് ഇടതുമുന്നണി തന്നെ പറയുന്നു. അങ്ങനെ പറയുന്ന ഇടതുമുന്നണി ഡൽഹിയിലും തമിഴ്നാട്ടിൽ കടന്നാൽ ഡൽഹിയിൽ എത്തുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു. കോൺഗ്രസ് കുടുംബാധിപത്യത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണെന്ന് CPM വിമർശിക്കുന്നു. അങ്ങനെ പറയുന്ന CPM തമിഴ്നാട് മുതൽ ഡൽഹി വരെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. ഇതെന്ത് വൈരുദ്ധ്യമാണ്, എന്തൊരു രാഷ്ട്രീയ വൈരുദ്ധ്യമാണ് എന്നാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. നേരത്തെ കേരൾ മേം ഗുസ്തി, ഡൽഹി മേം ദോസ്തി എന്ന അദ്ദേഹത്തിൻ്റെ
സ്ഥിരമായി ഉപയോഗിക്കുന്ന ആ പരാമർശം മറ്റൊരു തരത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി ചെറുവത്തൂരിലെ വേദിയിൽ ഉന്നയിച്ചത്. 5 സ്ഥാനാർത്ഥികൾക്ക് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ച് മടങ്ങുകയും ചെയ്തു. വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു, BJP പ്രവർത്തകരുടെയൊക്കെ വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. ഈ കടുത്ത വേനൽ ചൂടൊക്കെ അവഗണിച്ച ആളുകൾ ധാരാളമായി വേദിക്ക് അല്ലെങ്കിൽ അദ്ദേഹം കടന്നു പോകുന്ന റോഡിന് ഇരുവശവും പ്രധാനമന്ത്രിയെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സുപ്രധാന ഘട്ടത്തിൽ, അതായത് പരസ്യ പ്രചാരണം അവസാനിക്കാറാകുന്ന ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ ഇവിടെ എത്തിച്ചു. 5 സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടായിരുന്നു. നമുക്കറിയാം, അബ്ദുൽ സലാം നേരത്തെ പാലക്കാട്ട് അദ്ദേഹത്തിന് യോഗത്തിൽ പങ്കെടുക്കാൻ, റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തെയും ഇന്നത്തെ വേദിയിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി പരിചയപ്പെടുത്തിയതിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. 5 സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വലിയ രാഷ്ട്രീയ പ്രസംഗം, എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കാവുന്ന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഒരു ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പ്രസംഗം നടത്തിയാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. ഇനിയും ആ പ്രസംഗത്തിലെ പരാമർശങ്ങളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ, വിവരങ്ങൾ നൽകുകയായിരുന്നു. BJPയുടെ പ്രചാരണത്തിന്, NDAയുടെ പ്രചാരണത്തിന് ആവേശം കൂട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഇനി കാട്ടാക്കടയിലും അദ്ദേഹത്തിന് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനുണ്ട്. കുന്നംകുളത്ത് വലിയ വിമർശനം സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ, LDFനെതിരെ, UDFനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും പ്രധാനമന്ത്രിയുടെ പ്രസംഗം പുരോഗമിക്കും.